365 ദിവസവും പുട്ടാണെന്ന് പലരും ചോദിക്കാറുണ്ടല്ലേ. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും പുട്ട് തന്നെ. പുട്ടും ഉള്ളിക്കറി, സൈഡിൽ കൂടെ ഒരു മുട്ട ഹാഫ് ഫ്രൈയും കൂടെ ആക്കി വയ്ക്കാം. അങ്ങനെ പുട്ടിനുള്ള മാവൊക്കെ നനച്ച് നമ്മൾ നേരെ ഉച്ചയൂണിന് വേണ്ടിയിട്ട് എനിക്ക് രാവിലെ തൊട്ടൊരാഗ്രഹം. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചോറും മെഴുക്കുവരട്ടിയും ചമ്മന്തിയും അച്ചാറും മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഒത്ത് ഷെയർ ചെയ്ത് കഴിക്കുന്നതൊക്കെ എന്ത് രസമായിരുന്നല്ലേ. അപ്പോൾ അതുപോലെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനെ കൊണ്ട് ഇന്നൊരാഗ്രഹം. അപ്പോൾ പിന്നെ നേരെ അതിനുള്ള ചമ്മന്തി അരയ്ക്കാനും പയറ് മെഴുക്കുവരട്ടി വെക്കാനും ഒക്കെ തുടങ്ങി. ഇതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉള്ളിയൊക്കെ വശക്കുന്നുണ്ട്. അതിൽ വെള്ളമൊക്കെ തിളപ്പിച്ചൊഴിക്കാനെ കൊണ്ടൊക്കെ വെച്ചു. അങ്ങനെ അതൊക്കെ സൈഡ് വഴി നടക്കുന്നുണ്ട് കേട്ടോ. എത്ര പേരുണ്ട് മെഴുക്കുവരട്ടിക്കകത്ത്, പയറ് മെഴുക്കുവരട്ടിക്കകത്ത് തേങ്ങാക്കൊത്തിടുന്നത്? എനിക്ക് അമ്മ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത്. തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. ഞാനും ഇപ്പം പയറ് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചിട്ടാണ് പയറ് മെഴുക്കുവരട്ടി വയ്ക്കൽ. അങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നത്. ചമ്മന്തി അരച്ചു, പുട്ടിനുള്ള മാവൊക്കെ റെഡിയായി. അതിന് പുട്ടുകുറ്റിയിലൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാൻ പോകുന്നു. അതൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നേത്ര അവിടെ നല്ല ഉറക്കമാണ് കേട്ടോ. നേത്ര എണീറ്റ് വരുന്നതിന് മുമ്പ് എനിക്ക് പണികളെല്ലാം തീർക്കണം, എന്നാലേ എല്ലാം നടക്കത്തുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. മുട്ടയൊക്കെ പൊരിക്കാനെ കൊണ്ടെല്ലാം റെഡിയാക്കി മുട്ടയൊക്കെ പൊരിച്ചു. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ചോറൊക്കെ വിളമ്പി എല്ലാം സെറ്റാക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയായി. ഇനി ഉച്ചയാവാനുള്ള കാത്തിരിപ്പാട്ടോ. ഉച്ചയാകുമ്പോൾ ഇതെടുത്ത് ഇനി കഴിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനമാണ്.